വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പുള്ള കേരളം. ശില്പ IPS അവർകളെ, ഏറ്റവും ആദരണീയനായ SPCയുടെ ജില്ലാ നോഡൽ ഓഫീസർ ശ്രീ ബാലകൃഷ്ണൻ സർ, ഇന്നത്തെ ചടങ്ങിൽ സംബന്ധിക്കുന്ന SPCയുടെ റിസോഴ്സ് പേഴ്സൺ നിർമ്മൽ കുമാർ മാഷ്, SPCയുടെ കോർ കമ്മിറ്റി കൺവീനർ ഗോപികൃഷ്ണൻ മാഷ്, കാസർഗോഡ് ജില്ലയിൽ SPC നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, ഇന്ന് രാവിലെ മുതൽ 3 ദിവസത്തെ SPC അധ്യാപകരായ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർക്കുള്ള റിഫ്രഷർ കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെയായിരുന്നു ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് നടക്കേണ്ടിയിരുന്നത്. മറ്റൊന്ന് ഇൻഡോറും. ഔട്ട്ഡോറിൽ വളരെ നല്ല ഒരു ഫാക്കൽറ്റിയെയാണ് ഈ 3 ദിവസവും നമ്മൾ വിവിധ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അത് ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ ആവേശകരമായ ഒരു ക്ലാസ്സാണ് രാവിലെ നമ്മൾക്ക് കിട്ടിയത്. മലപ്പുറത്ത് വന്ന രംഗീഷ് സാർ, ആ സന്തോഷം നിങ്ങളുടെ മുഖത്ത് ഉണ്ട് എന്ന് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും തുടർ ദിവസങ്ങളിലും നല്ല ക്ലാസ്സുകൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് റിഫ്രഷർ കോഴ്സാണ്. നമ്മളിൽ പല അധ്യാപകർക്കും ബേസിക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. SPCയുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ടുള്ള ഒരു വിഷയം DAമാരുടെ പ്രശ്നമായിരുന്നു. DAമാർ തിരിഞ്ഞു നോക്കാത്ത സ്കൂളുകൾ നമ്മുടെ ജില്ലയിലുണ്ടായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട അഡീഷണൽ SP സാർ ചാർജ് എടുത്തതോടുകൂടി നമ്മളുടെ ഈ DAമാരുടെ പ്രശ്നം ബഹുമാനപ്പെട്ട DPCയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഇപ്പോൾ ആ പ്രശ്നം ഏകദേശം പരിഹരിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇനി DAമാർ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് സ്കൂളിൽ ആക്ടിവിറ്റി ഒഴിവാക്കാൻ വേണ്ടി കഴിയില്ല. 43 സ്കൂളുകളാണ് ഉള്ളത്. അതിലൊരു സ്കൂൾ കുണിയ JHS കുണിയയിൽ SPC ഇല്ലാതായിരിക്കുന്നു. അവിടെ കുട്ടികളില്ലാത്തത് കൊണ്ടല്ല, അവിടെ കുട്ടികൾക്ക് താല്പര്യമില്ല. അവിടുത്തെ അധ്യാപകർക്കും PTAക്കും അതിൽ വലിയ റോൾ വഹിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിഷമത്തിൽ അവിടെ SPC ഇല്ലാതായിരിക്കുന്നു. അതിന് പകരം കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇപ്പോൾ 10 സ്കൂളുകൾ SPCക്ക് വേണ്ടി പുതിയതായി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ 10 അപേക്ഷകളിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഫണ്ട് വേണ്ട, ഞങ്ങൾ തന്നെ ആ ഫണ്ട് കൈകാര്യം ചെയ്തു കൊള്ളാം, ഞങ്ങൾ അനുവദിച്ച് തന്നാൽ മതി. അപ്പോൾ ഓർമ്മിക്കേണ്ടത്, നമ്മൾക്ക് SPC കിട്ടിയതിന് ശേഷം അത് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ള ഒരു മനോഭാവം പാടില്ല. അപ്പോൾ കിട്ടിയതിനെ സംരക്ഷിക്കാനുള്ള ഒരു ചുമതല നമ്മൾക്കുണ്ട്. കോഴ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയയായ ജില്ലാ പോലീസ് മേധാവി D. ശില്പ IPS അവറുകളാണ്. നമുക്കറിയാം, SPCയോട് വളരെ നല്ല സമീപനം പുലർത്തുന്ന നമ്മൾ അധ്യാപകരും അതേപോലെ തന്നെ കുട്ടികളും ഒക്കെ എപ്പോഴും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 2 സ്കൂളുകളിൽ നിന്നും കുട്ടികൾ SPC കുട്ടികളെ അധ്യാപകർ മാഡത്തിൻ്റെ ചേംബറിൽ കൊണ്ടുവന്നു. അവർക്ക് അത് നല്ലൊരു IPS തന്നെ നമ്മൾ അവരുടെ മുമ്പിൽ അവരുടെ വാക്കുകൾ കേൾക്കാൻ അത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് അത് ബൂസ്റ്റിംഗ് തന്നെയായിരിക്കും. അപ്പോൾ 2 സ്കൂളുകൾ തയ്യാറായി. എന്നോട് ഈ കോഴ്സിനിടയിൽ 1-2 അധ്യാപകർ പറഞ്ഞിരുന്നു, മാഡത്തിൻ്റെ ചേംബറിലേക്ക് ഞങ്ങളെയും കൊണ്ടുപോകണം, അധ്യാപകരെയും കൊണ്ടുപോകണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ DHQലായിരുന്നു ക്യാമ്പെങ്കിൽ നമുക്കത് പരിഗണിക്കാമായിരുന്നു. ഏതായാലും നമ്മളോട് വളരെ അനുകമ്പാപൂർവമായിട്ട് SPCയെ നല്ല നിലയിൽ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ആദരണീയ ശില്പ IPS അവരുടെ സ്നേഹപൂർവ്വം ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് DAമാരുടെ വരവ് ഇല്ല എന്നുള്ളതാണ്. സാറ് വന്നതിന് ശേഷം
ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓരോ DAമാരെയും അദ്ദേഹം ഫോണിൽ വിളിച്ച് എന്തുകൊണ്ട് ഇന്ന് പോയില്ല, എന്തായിരുന്നു വിഷമം എന്ന് അന്വേഷിക്കുന്ന ഒരു നോഡൽ ഓഫീസർ. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ബാലകൃഷ്ണൻ സാറിനെയും വളരെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുമാർ മാഷ് സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ആണ്. അദ്ദേഹം നമ്മുടെ ക്യാമ്പിൽ നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച SPCയുടെ അഡീഷണൽ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ ശ്രീ തമ്പാൻ, ഈ വേദിയിലെ ഇന്ന് രാവിലെ മുതൽ നമ്മളൊന്നിച്ചുള്ള ശ്രീ നിർമ്മൽ മാഷ്, ശ്രീ ഗോപികൃഷ്ണൻ മാഷ്, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, നമ്മൾ 3 ദിവസമാണ് ഈ റിഫ്രഷർ കോഴ്സ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പോലെ വെല്ലുവിളിയും ഇല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് അതിലൊരു രസമില്ല. അപ്പോൾ നമുക്ക് 1-2 വെല്ലുവിളികൾ എപ്പോഴും അത്യാവശ്യമാണ്. ആ വെല്ലുവിളികൾ നിങ്ങൾ എങ്ങനെ രൂപീകരിക്കുന്നു, അല്ലെങ്കിൽ അതിനെങ്ങനെ അതിജീവിക്കുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ വിജയം. അതുപോലെ ഈ പദ്ധതിയുടെ അതൊരു പാഠം കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായ ചില പ്രയാസങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ DA വരാതെ അല്ലാതെ ചിലപ്പോൾ സഹകരണം ഇല്ലാതെ ഉണ്ടാവുക. അത്തരം വെല്ലുവിളികൾ അതിജീവിക്കുന്നതും ഈ കോഴ്സിന്റെ അതിൻ്റെ ഒരു കരിക്കുലത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിന് നമ്മൾക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ ഓരോ സ്കൂളിലത്തെ CPOമാർക്കും ഇന്നോവേറ്റീവായ ഐഡിയാസ് അല്ല, അവർക്ക് പല രീതിയിൽ നമുക്കത് അഡ്രസ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതും അത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു മാതൃകയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എല്ലാ സമയത്തും ചിലപ്പോൾ നമുക്ക് സർക്കാരിന്റെ നമ്മുടെ SPCയുടെ കോർ കമ്മിറ്റി കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന ഗോപികൃഷ്ണൻ മാഷ്, നമ്മുടെ എല്ലായ്പ്പോഴും നമ്മൾ നേതൃത്വം നൽകുന്ന ഗോപികൃഷ്ണൻ മാഷെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും ഈ കോഴ്സിന് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാമെന്ന് ഏറ്റിരുന്നു. അദ്ദേഹം സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾക്ക് പല മാർഗങ്ങളും ഒരുപാട്, ഞാൻ പല മീറ്റിങ്ങിലും പറയുന്ന പോലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് CSR ഫണ്ടുണ്ട്, കമ്മ്യൂണിറ്റി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, പല ബാങ്കുകളുടെ ഫണ്ടുണ്ട്, അല്ലാതെ പൊതുവേല സ്ഥാപനങ്ങളുണ്ട്, നമ്മളെ സഹായിക്കുന്ന പല NGOs ഉണ്ടാവും. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ അവരുടെ സഹായം കൂടി നിങ്ങൾ അഭ്യർത്ഥിക്കണം. അല്ലെങ്കിൽ അത്തരം സഹായങ്ങളിലൂടെ നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന്. ഈ വർഷം നിങ്ങൾക്ക് തന്നെ ചില പുതിയ ടീച്ചേഴ്സൊക്കെ SPCയിൽ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഇത് നല്ല അനുഭവമായിരിക്കും. നമ്മുടെ തന്നെ ഇപ്പോൾ നമ്മളൊരു ട്രെയിനിങ് കോഴ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പഠിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾക്ക് തന്നെ കൂടുതൽ പുതിയ ഐഡിയാസ് കിട്ടുന്നു. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫ്, അതുപോലെ നമ്മുടെ കുടുംബജീവിതമൊക്കെ ബെറ്റർമെന്റിന് അത്തരം കോഴ്സുകൾ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പം നമ്മൾക്ക് കിട്ടുന്ന അറിവുകൾ നമ്മുടെ സമൂഹത്തിന്, ടീച്ചേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് നമ്മൾക്ക് കിട്ടുന്ന അറിവുകൾ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സമൂഹത്തിനും പകർന്നു നൽകുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ഇന്നും നാളെയും മറ്റന്നാളുമായി ഇവിടെ നിങ്ങൾക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും കിട്ടുന്ന അറിവുകൾ നമ്മുടെ കുട്ടികൾക്കും സമൂഹത്തിനും പകർന്നു നൽകുമ്പോഴാണ് ഒരു ടീച്ചറുടെ കടമ അല്ലെങ്കിൽ ജോലി പൂർത്തിയാകുന്നത് എന്ന് അറിയാം. ഈ SPC എന്നുള്ള ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ മറ്റുള്ള ടീച്ചർമാരിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് അധികം വർക്കുകൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടി വരും. അത് സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഈ കുട്ടികളോടും സമൂഹത്തോടും നാടിനോടുമുള്ള പ്രതിബദ്ധതയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ഇങ്ങനെ ഒരു സംഗതിക്ക് ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾ തയ്യാറായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല. അല്ലാതെ മറ്റുള്ള ടീച്ചേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 4 മണിക്കൊക്കെ പോകുമ്പോൾ അത് പ്രതിബദ്ധതയുള്ള ടീച്ചർമാരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. എന്നാൽ ഞാൻ അഭിമാനപ്പെടും. നിങ്ങളാണ് ടീച്ചിങ് സമൂഹത്തിൽ തന്നെ മാതൃക എന്ന് ഞാൻ കരുതുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു പദ്ധതി നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ ലോകത്തെ എല്ലായിടത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ, നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനൊക്കെ ആൾക്കാർ വരുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. മുൻകാലങ്ങൾ ചെയ്ത പോലെ തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ, യാതൊരുവിധ പരാതികൾക്കും ഇടയാക്കാതെ, കുട്ടികൾക്കിടയിൽ നിന്ന് സമൂഹത്തിനിടയിൽ നിന്ന് മറ്റുള്ള അധ്യാപകരെ കാണുമ്പോഴൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ലഭിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചില പ്രയാസങ്ങൾ നമ്മൾക്ക് ജില്ലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ജില്ലയിൽ എന്നുള്ളതല്ല, SPCയുടെ പ്രവർത്തനം അതിന് അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതൽ തിരിപ്പിക്കുന്നില്ല. മാഡത്തിന് വേറെ മീറ്റിംഗ് ഒക്കെ ഉണ്ട്. ഈ പരിപാടി ഔപചാരിക ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട ജില്ലാ പോലീസ് മേധാവി D. ശില്പ IPS അവരുടെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയ ടീച്ചേഴ്സ്, SPC കേരള പോലീസിന് വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ പ്രോജക്ട്സ് ആണ്. പിന്നെ ഇത് ജസ്റ്റ് ഓൺ പേപ്പർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ആ കുട്ടികൾ വളരെ സക്സസ്ഫുള്ളായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. കുറേ
ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഈ ഒരു പ്രോഗ്രാം മൊത്തം ഇന്ത്യ രാജ്യത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല SPC വേറെ സംസ്ഥാനങ്ങളിലും ഇംപ്ലിമെൻ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊരു സക്സസ് കേരള പോലീസ് മാത്രമല്ല, അതിലുള്ള ടീച്ചേഴ്സും പിന്നെ നമ്മുടെ DIs ADIs പിന്നെ കുട്ടികൾ പങ്കെടുത്ത കുട്ടികൾ എല്ലാവരും റോളുണ്ട്. ഓക്കെ, പിന്നെ ഈ 3 ദിവസത്തെ പ്രോഗ്രാം നമ്മളിപ്പോൾ ഒന്നുകൂടി ഈ പ്രോഗ്രാമിനെ എങ്ങനെ റീവൈറ്റലൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ടീച്ചേഴ്സിന് ഫോക്കസ് ചില സമയങ്ങളിൽ ഒരു പ്രോഗ്രാം ഇത് ഓവർ ദ ഇയേഴ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഫോക്കസ് ചില സമയങ്ങളിൽ മാറിപ്പോകും. അതുകൊണ്ട് ഒന്നുകൂടി ആ പ്രോഗ്രാമിനെ ട്രാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ടീച്ചേഴ്സ് ഒന്നുകൂടി ഈ പ്രോഗ്രാമിന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ സൊസൈറ്റി ഈസ് ഓൾവേസ് ഡൈനമിക്, എപ്പോഴും സൊസൈറ്റിയിൽ ചേഞ്ചസ് വരാറുണ്ട്, ടൈപ്പ് ഓഫ് ക്രൈം, പിന്നെ കുട്ടികൾ എങ്ങനെ അവർ മാറുന്നുണ്ട്, അവർ തിങ്കിങ്ങിനെ എപ്പോഴും നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കോൺസെപ്ച്വലൈസ് ചെയ്തിരിക്കുന്നത്. രാവിലെ മുതൽ നിർമ്മൽ മാഷ് പിന്നെ പേഴ്സണൽ സ്ട്രെസ് ഓർ പ്രൊഫഷണൽ സ്ട്രെസ്, പിന്നെ കുട്ടികളുടെ സ്ട്രെസ്, അവർ എന്താണ് അവരുടെ നേച്ചർ മനസ്സിലാക്കി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ആ സെഷൻസ് ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഔട്ട്ഡോർ സെഷൻസും ഉണ്ട്, എക്സസൈസസും, അതുമെല്ലാം ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി. സോ ഐ തിങ്ക് ഇതൊരു നല്ല ഒരു റിഫ്രഷിങ് എക്സ്പീരിയൻസ് അല്ലേ. നിങ്ങൾക്ക് ഈ ഒരു ഡെയിലി റുട്ടീൻ നിങ്ങളൊരു റിഫ്രഷായി നിങ്ങൾ വീട്ടിലേക്ക് പോയി പിന്നെ ഒരു ജോലി സ്ഥലത്തിലേക്ക് പോകുമ്പോൾ ഒരു റിവ്യൂഡ് എനർജി ഉണ്ടാവും. സോ ഐ തിങ്ക് ഇൻ എവറി വേ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സക്സസ് ആവട്ടെ എന്ന ആശംസത്തോടെ ഞാനിത് ഇനോഗ്രേറ്റ് ചെയ്യുന്നു ഈ പ്രോഗ്രാം. ആൻഡ് ഓൾസോ വാട്ട് ഐ ലൈക്ക് ടു സേ ഈസ് പ്ലീസ് ഗോ ബാക്ക്. ഇപ്പോൾ ഈ ഒരു ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വാട്ട് വി ഗെറ്റ് ടു സീസ് കുട്ടികൾ എപ്പോഴും ഫോണിൽ എല്ലാ സമയത്തും ഈവൻ ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിലും പേരൻസ് അവർക്ക് ഫോൺ കൊടുക്കാറുണ്ട്. പക്ഷേ ത്രൂ ദിസ് പ്രോഗ്രാം നമുക്ക് ആ ഡിജിറ്റൽ അഡിക്ഷൻ ചെയ്യിപ്പിച്ച് അതിന് ഇൽ എഫക്ട്സ് എന്താണ്, പിന്നെ അവർ അതിൽ നിന്നും എങ്ങനെ സൈബർ ക്രൈമിലേക്ക് വിക്ടിംസ് ആവാറുണ്ട്. ഐ തിങ്ക് ആ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. പ്ലീസ് ട്രൈ ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദാറ്റ്. വൺ, ഈ സൈബർ ക്രൈം കുട്ടികൾ മാത്രമല്ല അവരുടെ വീട്ടിലുള്ള എൽഡേഴ്സും അതിൽ കേൾക്കാൻ കിട്ടുന്നുണ്ട്. ആരോ ഏതോ ഷെയർ ട്രേഡിംഗ് ചെയ്യാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തു, അവിടെ പൈസ പോയി, ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തു, അതിൽ ലക്ഷക്കണക്ക് പൈസ പോയി. വേറെ എന്തോ ട്രാൻസാക്ഷൻ തെറ്റായ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഇത് പൈസ പോയി. സോ യു ഓൾസോ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇത് എന്താണ്. പിന്നെ കുട്ടികൾ അടുത്തവും നിങ്ങളത് മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ നെയ്ബർഹുഡിലും ഈ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാൻ പറയണം. സോ വിത്ത് ഓൾ ഓഫ് യുവർ സപ്പോർട്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ പോലെ ബോഡിലി ക്രൈംസ്, സ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, ആ ഒരു ഏജ് എന്താ ഉണ്ട്, വളരെ വലറബിൾ ഏജാണ്, ഹോർമോണൽ ചേഞ്ചസ് ആവുന്നുണ്ട് അവരുടെ ബോഡിയിൽ ആ സമയത്ത്. ദേ ആർ എക്സൈറ്റഡ് ടു നോ. മറ്റൊരു ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ബോയ്സിനടുത്ത് സംസാരിച്ച് എങ്ങനെ ആയിരിക്കും, അവരുടെ കൂടെ പോയി ദേ വോണ്ട് ടു ഗോ ഔട്ട് മിങ്കിൾ വിത്ത് ദം. പക്ഷെ അത് എങ്ങനെ ഒരു റെസ്പോൺസിബിൾ ആയ ഒരു ഉണ്ടാവണം. ഓക്കെ, ഹൗ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ഷുഡ് നോട്ട് ബിക്കം വിക്ടിം ടു സംതിങ്. പിന്നെ അതിന് ഒരു ഫ്യൂച്ചർ എങ്ങനെ ബാധിക്കും ഇൻ കേസ് ദേ ഗെറ്റ് ഇൻ ടു സച്ച് വാട്ട് യു സേ ഓർ വിക്ടിംസ്, ബിക്കോസ് വേറെ ആരോ അവരിനെ അബ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർ വിക്ടിംസ് ആവും. ഇല്ല, ചില സമയങ്ങളിൽ ഇറ്റ് കുഡ് ബി റൊമാൻറ്റിക് റിലേഷൻസ്. ഓക്കെ, പക്ഷെ അത് ഒരു ഫ്യൂച്ചറിനെ എങ്ങനെ ബാധിക്കും, അതിന് നിങ്ങൾ ആസ് ടീച്ചേഴ്സ് പ്ലീസ് ട്രൈ ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദാറ്റ് അമംഗ് ടീനേജേഴ്സ്. ആൻഡ് ലാസ്റ്റ് തിങ് NDPSൻ്റെ കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് വൺ തിങ് വിച്ച് ഓൾ ഓഫ് us വി കീപ് എംഫസൈസിങ്. നമ്മൾ സൊസൈറ്റിനെ ചെയ്യണം ത്രൂ ദിസ് പ്രോഗ്രാം. Okay, so this is the message that I wanted to give. So hopefully ഈ 3 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തു. ADNO പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ കമാൽ സാർ, കോർ കമ്മിറ്റി അംഗം വിഷ്ണു സാർ, എൻ്റെ പ്രിയപ്പെട്ട SPC കുടുംബാംഗങ്ങൾ, കൂടുതലൊന്നും സംസാരിക്കുന്നു. ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു കഥയുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. കോവിഡിനാണ് പ്രത്യേകം നന്ദി പറയുന്നത്. കോവിഡ് കാലഘട്ടങ്ങളിലാണ് നമ്മുടെ SPCയുടെ മാനുവൽ പുതുക്കിയേണ്ട ഒരു സന്ദർഭം വന്നത്. അങ്ങനെ മാനുവൽ ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ടുള്ള സന്ദർഭത്തിൻ്റെ ഭാഗമായിട്ട് തുടക്കം കുറിച്ചപ്പോൾ അത്യാവശ്യം പോലീസുകാരും അതുപോലെ തന്നെ കുട്ടികളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ
ഏത് കാരണത്താലാന്നല്ല ഏതോ ഒരു സന്ദർഭത്തിൽ ഒരു കോള് വരികയും അങ്ങനെ തിരുവനന്തപുരത്തേക്ക് ആദ്യമായിട്ട് SPC എന്ന് പറയുന്ന സംഘടനയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഞാനൊരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ, എൻ്റെ സ്കൂൾ SPC ഒന്നും ഉണ്ടായിരുന്നു. അപ്പോഴാണ് SPCയുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോഴാണ് നമ്മുടെ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് തീരുമാനിക്കുകയും SDGയുടെ ബേസ് ചെയ്തുകൊണ്ട് 17 ഗോളിൽ നമ്മൾക്ക് എന്തൊക്കെ കുട്ടികൾക്ക് കിട്ടണം എന്ന് ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഡിവൈഡ് ചെയ്ത് വന്നപ്പോഴും വളരെ അഭിമാനത്തോടെ പറയാം 100 ആളുകൾ ഒരു ബാച്ച് ഉണ്ടാവുകയും അതിൽ നിന്ന് പലരും കൊഴിഞ്ഞു റിഫ്രഷ് ചെയ്ത് അവസാനം ഇപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന മാനുവലിൽ ഏറ്റവും ലാസ്റ്റ് വരെയും ഈ പബ്ലിക്കേഷൻ ഇപ്പോഴും പ്രോഗ്രാം നടത്തുമ്പോൾ അതിൽ ഒരു അംഗമായി നിൽക്കാൻ പറ്റിയത് എൻ്റെ വലിയ ഭാഗ്യം. അവിടെയാണ് ഞാൻ മനസ്സിലാക്കിയത് എത്രമാത്രം നമ്മൾ ഭാഗ്യവാന്മാരാണ്. എനിക്കൊരു പക്ഷെ നിങ്ങളോട് ചേരാൻ പറ്റും. നന്നായി കുടുംബം നന്നായി, സമൂഹം നന്നായി, ലോകം നന്നായി എന്ന് പറയുന്ന ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുത്തനാണ്. ഇന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ തന്നെ ഇടപെടണം എന്നുള്ളത് നിർബന്ധമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് SPCയോട് ഒപ്പം നിൽക്കുന്നത്. ആ മാനുവലിന്റെ ഭാഗമായിട്ട് നിൽക്കുകയും അതിന്റെ മൊഡ്യൂൾ പ്രിപ്പറേഷൻ സ്റ്റേറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിന് വരികയും അതുപോലെ തന്നെ പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിയുന്നതിനേക്കാളും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എഫക്റ്റ് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആഗ്രഹവും അവരുടെ സ്വപ്ന സാക്ഷാത്കാരവും നേരിട്ട് അനുഭവിക്കുന്ന എന്നെ പോലെ പുറത്തു നിൽക്കുന്ന ആൾക്കാർ ഒരു സംശയവുമാണ്. ഞങ്ങൾ പോകുമ്പോൾ ഞാൻ SPC സ്റ്റുഡൻ്റ് ആണ്. നമ്മൾ ഇത്രയും സംസാരിച്ചില്ലെങ്കിൽ, നമ്മൾ ഇത്രയും ഇടപെട്ടില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ എന്താവും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കാം. റിസൾട്ട് വേഗം കിട്ടില്ല, പക്ഷെ നാളെ കിട്ടുക. കുറേ വർഷം മുമ്പ് ഡയറ്റിൽ ഒരു കുട്ടി അന്ന് ക്യാമ്പിൽ ഇരുന്ന കുട്ടിയായിരുന്നു. അവിടെ എന്റർപ്രണർഷിപ്പ് കഴിഞ്ഞിട്ട് അവിടെ സ്വന്തമായിട്ട് ഹോട്ടൽ നടത്തുക. അവള് തിരിച്ചറിഞ്ഞു. അവള് പറയുന്നത് ഈ ഒരു ഇതിലേക്ക് എത്തിക്കാൻ, എന്റെ ലീഡർഷിപ്പിലേക്ക് എത്തിച്ചത് അന്നത്തെ ഒരു ക്യാമ്പാണ്. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ചെയ്യുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ അനുഭവിച്ചും ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയും നാളത്തെ കുട്ടികൾ അത് ഏറ്റുവാങ്ങും. നാളെ സമൂഹത്തിൽ അത് ഉണ്ടാവും എന്നുള്ള ഒറ്റ വിശ്വാസവും എല്ലാവർക്കും പ്രശ്നമുണ്ട്. പ്രിയമുള്ളവരെ, അതൊക്കെ ഒരു അനുഭവമാക്കി മാറ്റിയത്. ആയിരക്കണക്കിന് അധ്യാപകരുടെ നിങ്ങൾ മാത്രമാണ് ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. കളിയാക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് സാധിക്കില്ല. അവർക്ക് കളിയാക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ നൽകുന്ന നന്മ അത് അറിഞ്ഞുകൊണ്ട് ചേർത്ത് വെക്കാൻ, ഈ സമൂഹത്തിൽ ഒരാളുടെ മുഖത്തിൽ ചിരി വിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു നിമിത്തമായി മാറട്ടെ എന്ന് മാത്രമാണ് പറയേണ്ടത്. എനിക്ക് എൻ്റെ വ്യക്തിപരമായി പറയുന്നത്, നിങ്ങൾ എല്ലാവരെയും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നമിക്കുകയാണ്. ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് നമ്മുടെ കാസർഗോഡിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങിയതിന് അഭിനന്ദനം അറിയിക്കുന്നു. 3 ദിവസത്തെ ക്യാമ്പും സജീവമാകട്ടെ. ഒപ്പമുണ്ട് ഞാൻ എന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല. എല്ലാ പ്രവർത്തനം പോലീസിന്റെ എല്ലാ ചിരിയിലും ഞാൻ ഒന്നിച്ചതായിരിക്കുന്ന ഹോപ്പിലുണ്ട്. എന്തായാലും നിരവധി സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ട് നടക്കുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് എന്ന് പറയാം. നിരവധി 100 കണക്കിന് ഒരു നല്ലത് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. വെറും 100 കുട്ടികളെ കൊണ്ട് തുടക്കം കുറിച്ചൊരു പദ്ധതിയാണ് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പദ്ധതി. ഇന്ന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഇതിൻ്റെ ജനങ്ങളിലേക്കുള്ള ഈ സമൂഹത്തിൻ്റെ ഇടയിലുള്ള സ്വീകാര്യത എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലുണ്ടായ ഒരു ചെറിയ സംഭവത്തിൽ, ഒരു മോഷണവുമായി ബന്ധപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അന്വേഷണം ചെന്നെത്തിയത് കുട്ടികളുടെ മാനസികാവസ്ഥ ഓരോ കാലഘട്ടം കഴിയുന്തോറും വലിയ അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. കണ്ടെത്തിയതും അങ്ങനെയാണ്. അത് ഒരു കാലഘട്ടത്തിൽ ആൺകുട്ടികളിൽ മാത്രമാണ് തെറ്റായ സ്വഭാവങ്ങൾ ഉണ്ടാവുക എന്നുള്ള ധാരണ മാറ്റിക്കൊണ്ട് പെൺകുട്ടികളിലേക്കും ക്രിമിനൽ സ്വഭാവം അടക്കമുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ചിന്ത ഉദിക്കുകയും ഇന്ന് കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലേക്കും SPC പദ്ധതി ആവശ്യമാണ് എന്നുള്ള രീതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു പോയെങ്കിലും SPC പദ്ധതിയുടെ പ്രാധാന്യം ചോർന്നു പോകാതെ അത് ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നടപ്പിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് അധ്യാപകർക്ക് ത്രിദിന റിഫ്രഷർ കോഴ്സ് സംഘടിപ്പിച്ചത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ വെച്ചിട്ടാണ് റിഫ്രഷർ കോഴ്സ് നടത്തുന്നതായിരുന്നത്. നമ്മുടെ ജില്ലയിൽ SPC പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് കണ്ണൂർ ജില്ലയിൽ പോയി റിഫ്രഷർ കോഴ്സിൽ പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ട്
മനസ്സിലാക്കിക്കൊണ്ടാണ് കാസർഗോഡ് ജില്ലയിൽ തന്നെ ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലും ASP ബാലകൃഷ്ണൻ സാറിൻ്റെ പ്രത്യേകമായ താല്പര്യത്തിലും കാസർഗോഡ് തന്നെ ഒരു കേന്ദ്രം തയ്യാറാക്കിയത്. SPCയുടെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ തന്നെയാണ് നടന്നു വരുന്നത്. അതൊരു പടി കൂടി ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഈ ത്രിദിന കോഴ്സ് നടത്തുന്നത് എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ഇന്നത്തെ ഈ ത്രിദിന കോഴ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ശ്രീമതി ശില്പ DIPS സാറിനെ SPCയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കാസർഗോഡ് ജില്ലയിലെ SPCയുടെ ചുമതല വഹിക്കുന്ന അഡീഷണൽ SP സാർ ശ്രീ ബാലകൃഷ്ണൻ സാറിനും SPCയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. SPC പ്രൊജക്റ്റ് കാസർഗോഡ് ജില്ലയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടുകയും ജില്ലയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ശ്രീ തമ്പാൻ സാറിനും SPCയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. SPC പദ്ധതിക്ക് വിവിധ തരത്തിലുള്ള മൊഡ്യൂളുകൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷക്കാലമായിട്ട് SPCയുടെ പിന്നിലല്ല മുന്നിലുണ്ട് എന്ന് തന്നെ പറയണം. കാരണം സാറിൻ്റെ പല മൊഡ്യൂളുകളുമാണ് നമ്മൾ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സാറിനും SPCയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് 3 ദിവസത്തെ ഈ കോഴ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും SPC ജില്ലാ ഓഫീസിന്റെ പേരുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. 5 വർഷമായാലും ഇന്നും എന്റെ പെൻഷൻ എന്ന് പറയുന്നത് എന്റെ മുമ്പിലൂടെ കടന്നുപോയ കുട്ടികളാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസം. എന്നും എന്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. എന്നും എന്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതം. എന്നും എന്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. എന്നും എന്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം. എന്നും എന്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. എന്നും എന്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതേ ഓർമ്മകളിൽ ഓടി വരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. എന്നും എന്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പരമനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിത.
കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, a glow of purity. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. Audio Jungle.